ചാപ്റ്റർ 6. ഇപ്പോൾ ഇതിൽ തിയറം 6.1 ഇതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിഗ്മ എന്ന് പറയുന്നത് എന്തെടുക്കുക, ഒരു കളക്ഷൻ ഓഫ് പാർഷ്യലി ഓർഡേർഡ് സെറ്റ് എടുക്കുക ബൈ ദ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അങ്ങനെ സിഗ്മ എടുത്തു കഴിഞ്ഞാൽ താഴെ പറയുന്ന രണ്ട് കണ്ടീഷൻസ് എന്താണ്, ഇക്വാലൻ്റ് ആണ്. അതാണ് തിയറം പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ് എവറി ഇൻക്രീസിങ് സീക്വൻസ് ഈസ് സ്റ്റേഷനറി. അതായത് ഏത് ഇൻക്രീസിങ് സീക്വൻസ് സിഗ്മയിൽ എടുത്തു കഴിഞ്ഞാലും അതെന്താണ്, സ്റ്റേഷനറി ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മാൻ്റെ ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും, അതായത് നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിനെന്തുണ്ടാവും, ഒരു മാക്സിമൽ എലമെൻ്റ് ഉണ്ടാവും. ഫസ്റ്റ് കണ്ടീഷനെ നമ്മൾ അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ എന്നും രണ്ടാമത്തെ കണ്ടീഷന് മാക്സിമൽ കണ്ടീഷൻ എന്നും പറയും. ഇതേപോലെ തന്നെ നമുക്ക് ഡിസെൻഡിങ് ചെയിൻ കണ്ടീഷനും മിനിമൽ കണ്ടീഷനും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇക്വാലൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇക്വാലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് വൺ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അതായത് ഏത് ഇൻക്രീസിങ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതെന്താണ്, സ്റ്റേഷനറി ആണ്. ഇപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, സിഗ്മാൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുക, നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്തിട്ട് അതിന് മാക്സിമൽ എലമെൻ്റ് ഉണ്ടെന്ന് എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടി എന്ന് പറയുന്നത് എന്തെടുക്കുക, ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എടുക്കുക, എന്നിട്ട് എന്താ അസ്യൂം ചെയ്യുക, അതിന് മാക്സിമൽ എലമെൻ്റ് ഇല്ല എന്നങ്ങ് അസ്യൂം ചെയ്യുക. അങ്ങനെ മാക്സിമൽ എലമെൻ്റ് ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നു, മാക്സിമൽ എലമെൻ്റ് ഇല്ല എന്ന് എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. ഇനി ടി എന്ന് പറയുന്നത് എന്താണ്, നോൺ എംപ്റ്റി ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഒരു എലമെൻ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ x1 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ടിയിലെടുക്കുക. x1 ടിയിലെടുത്ത് കഴിഞ്ഞാൽ x1 എന്താവില്ല, മാക്സിമൽ എലമെൻ്റ് ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, x1-നെക്കാട്ടും വലിയ, അതായത് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 എന്ന് പറയാൻ പറ്റുന്ന ഒരു x2 എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ x2 എന്താവില്ല, മാക്സിമൽ എലമെൻ്റ് ആവില്ല. അപ്പോൾ x2-നെക്കാട്ടും വലിയ, അതായത് x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x3 എന്ന് പറയാൻ പറ്റുന്ന ഒരു x3 നമുക്ക് ടിയിൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ x3 എന്താവില്ല, മാക്സിമൽ എലമെൻ്റ് ആവില്ല. കാരണം നമ്മൾ ടിക്ക് മാക്സിമൽ എലമെൻ്റ് ഇല്ല എന്നല്ല പറഞ്ഞത്, അസ്യൂം ചെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻക്രീസിങ് സീക്വൻസ് കിട്ടും. എങ്ങനെ, x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര പോകുന്ന ഒരു ഇൻക്രീസിങ് സീക്വൻസ് കിട്ടും. പക്ഷെ അതെന്തല്ല, സ്റ്റേഷനറി അല്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു കോൺട്രഡിക്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, ടി എന്ന് പറയുന്ന സെറ്റിന് എന്തുണ്ടാവും, ഒരു മാക്സിമൽ എലമെൻ്റ് ഉണ്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതേപോലെ നമ്മൾ എന്താ അസ്യൂം ചെയ്യുക, ഏത് ടി, അതായത് ഏത് സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് എന്തുണ്ടെന്ന് അസ്യൂം ചെയ്യുക, മാക്സിമൽ എലമെൻ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടി എടുക്കുക. അപ്പോൾ നമ്മൾ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും, അല്ലെ സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് എന്തുണ്ടെന്ന് അസ്യൂം ചെയ്തു, മാക്സിമൽ എലമെൻ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. ഇനി നമ്മൾ ഒരു ഇൻക്രീസിങ് സീക്വൻസ് കൺസിഡർ ചെയ്യുക, x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെ പോകുന്നൊരു ഇൻക്രീസിങ് സീക്വൻസ്. അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക, ടി ആയിട്ട് എടുക്കുക. അത് ഓഫ് കോഴ്സ് എന്തിൻ്റെ സബ്സെറ്റായിട്ട് മാറും, ടീൻ്റെ സബ്സെറ്റായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്നത് എന്താണ്, നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് സിഗ്മയാണ്. ഇനി ടിക്ക് അപ്പം എന്തുണ്ടാവും, ഒരു മാക്സിമൽ എലമെൻ്റ് ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് വിളിച്ചു, xn എന്ന് വിളിച്ചു. അപ്പോൾ xn മാക്സിമൽ എലമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, x1 + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn, xn + 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn, അങ്ങനെ പോകും. ഇനി അതേപോലെ തന്നെ xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn + 1 ആണ്, xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn + 2 ആണ്, xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn + 3 ആണ്, അങ്ങനെ പറയാം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് വെക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, xn ഈക്വൽ ടു xn + 1, xn ഈക്വൽ ടു xn + 2 എക്സെട്ര എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് ആ ഇൻക്രീസിങ് സീക്വൻസ് എന്താണ്, അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പറയാൻ വേണ്ടി പറ്റും. അതായത് ഒരു ഇൻക്രീസിങ് സീക്വൻസ് റാൻഡമായിട്ട് എടുത്തപ്പോൾ അത് സ്റ്റേഷനറി ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയുക, ഏത് ഇൻക്രീസിങ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും സ്റ്റേഷനറി ആണെന്ന് കിട്ടും. അതായത് ഈ രണ്ട് കണ്ടീഷൻസും എന്താണ്, ഈക്വാലൻ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഇനി ഇതിവിടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റിങ്ങുകൾ, അതായത് റിങ്ങല്ല മൊഡ്യൂളുകൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. നോതേറിയൻ മൊഡ്യൂളും ആർത്തീനിയൻ മൊഡ്യൂളും. അതായത് നോതേറിയൻ മൊഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എന്ന് പറയുന്നത് എന്താ,
ഒരു എ മൊഡ്യൂൾ ഒന്ന് എടുക്കുക. സിഗ്മ എന്ന് പറയുന്നത് ഈ എന്താ പറയുക സബ് മൊഡ്യൂൾസിൻ്റെ കളക്ഷനായിട്ട് എടുക്കുക. ഇനി അങ്ങനെ നമ്മൾ സബ് മൊഡ്യൂൾസിൻ്റെ കളക്ഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ എന്തായിട്ട് മാറും? പാർഷ്യലി ഓർഡേർഡ് സെറ്റായിട്ട് മാറും. ഇങ്ങനെ പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആയിട്ട് മാറും. ബൈ ദ റിലേഷൻ എന്താ പറയുക സബ്സെറ്റ് റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? സിഗ്മ എന്ന് പറയുന്നത് പാർഷ്യലി ഓർഡേർഡ് സെറ്റാന്ന് പറയാം. അങ്ങനെ ഒരു എം എന്ന് പറയുന്ന ഒരു എ മൊഡ്യൂളും സിഗ്മ എന്ന് പറയുന്ന ഒരു എന്താ പറയുക സബ് മൊഡ്യൂൾസിൻ്റെ കളക്ഷനും എടുത്തിട്ട് ഈ എന്താ പറയുക എ മൊഡ്യൂള് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത ചെയിൻ കണ്ടീഷനില്ലേ, അതായത് 2 ഇക്വാലൻ്റ് കണ്ടീഷൻ, അതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? നോതേറിയൻ മൊഡ്യൂൾ എന്ന് പറയും. അതായത് an a module satisfying either of these equivalent relation is called നോതേറിയൻ മൊഡ്യൂൾ. ഇതേപോലെ തന്നെ നമുക്ക് ഡിസെൻഡിങ് ചെയിനും പറയാം, മിനിമൽ കണ്ടീഷനും പറയാം. അതിലേതെങ്കിലും ഒരു എ മൊഡ്യൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ആർത്തീനിയൻ മൊഡ്യൂൾ എന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പറയാൻ വേണ്ടിയിട്ട് പറ്റും. നോതേറിയൻ മൊഡ്യൂളും ആർത്തീനിയൻ മൊഡ്യൂളും. നോതേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം, അല്ലെങ്കിൽ മാക്സിമൽ എലമെൻ്റ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ മാക്സിമൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം. ഇനി ആർത്തീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസെൻഡിങ് ചെയിൻ കണ്ടീഷനോ മിനിമൽ കണ്ടീഷനോ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. നോതേറിയൻ മൊഡ്യൂളും ആർത്തീനിയൻ മൊഡ്യൂളും.